നമ്മളിന്നിവിടെ സംസാരിക്കാൻ പോകുന്നത് പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി അല്ലെങ്കിൽ പുരുഷ ബീജഗ്രന്ഥി പുരുഷന്മാരുടെ ബീജത്തിൻ്റെ അളവിൻ്റെ ഒപ്പം 30% ഒരു സെക്രീഷൻ നൽകുന്ന ഗ്രന്ഥിയാണ്. ഈ ഗ്രന്ഥി 15 മുതൽ 20 ഗ്രാം വരെ തൂക്കമുള്ള ഒരു ഗ്രന്ഥിയാണ്. ഈ ഗ്രന്ഥി പുരുഷ ബീജങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ആൽക്കലൈൻ ഫ്ലൂയിഡ്, അതായത് പുരുഷ ബീജങ്ങൾക്ക് സർവൈവ് ചെയ്യാനുള്ള ആവശ്യമായിട്ടുള്ള സെക്രീഷൻസ് നൽകുക എന്നുള്ളതാണ് ധർമ്മം. പക്ഷേ പുരുഷൻ്റെ പ്രത്യുൽപാദന ആ പ്രത്യേക പീരിയഡ് കഴിഞ്ഞതിന് ശേഷം, അതായത് 45 വയസ്സിന് ശേഷം 40% പുരുഷന്മാർക്കും ഈ ഗ്രന്ഥി വളർന്നു വലുതാകുന്നത് കണ്ടിട്ടുണ്ട്. ഇത് ഒരു കണക്ക് വെച്ച് പരിശോധിക്കുകയാണെങ്കിൽ 60 വയസ്സിന് മുകളിലുള്ള പുരുഷന്മാർക്ക് 60%, 75 വയസ്സിന് മുകളിലുള്ള പുരുഷന്മാർക്ക് 70% ഈ ഗ്രന്ഥി ഈ പ്രവർത്തനത്തിൻ്റെ ശേഷം വളർച്ചയായിട്ട് കാണാറുണ്ട്. ഈ വളർച്ചയാണ് നമ്മൾ ബിനൈൻ പ്രോസ്റ്റാറ്റിക് ഹൈപ്പർപ്ലേഷ്യ എന്ന് പറയുന്നത്. ഇതുകൊണ്ടുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ എന്തെല്ലാം എന്ന് നമുക്ക് പരിശോധിക്കാം. പുരുഷന്മാർക്ക് സാധാരണഗതിയിൽ 45 വയസ്സിന് ശേഷം ഈ ഗ്രന്ഥി വലുതാകുന്നത് മൂലം ചെറിയ തോതിലുള്ള മൂത്രതടസ്സങ്ങൾ ഉണ്ടാകാറുണ്ട്. ഈ തടസ്സങ്ങൾ കാരണം ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളെ ലോവർ യൂറിനറി ട്രാക്ട് സിംറ്റംസ് അഥവാ ബ്ലാഡർ ഔട്ട്ലെറ്റ് ഒബ്സ്ട്രക്ഷൻ എന്നുള്ള ഒരു ബ്രോഡ് കാറ്റഗറിയിലാണ് നമ്മൾ ഉൾപ്പെടുത്തുന്നത്. ഇതുകൊണ്ട് മെയിനായിട്ട് ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ പുരുഷന്മാർക്ക് മൂത്രം ഒഴിക്കുമ്പോൾ ഒരു പഴയ ഒരു സ്പീഡിൽ മൂത്രം പോകാതിരിക്കുക, മൂത്രത്തിൻ്റെ ഫ്ലോയ്ക്ക് തടസ്സം നേരിടുക, ഇടയ്ക്കിടയ്ക്ക് മൂത്രം ഒഴിക്കേണ്ടി വരിക. ഇടയ്ക്കിടയ്ക്ക് മൂത്രം ഒഴിക്കുക എന്ന് പറഞ്ഞാൽ ബ്ലാഡറിൻ്റെ ഒരു ഇറിറ്റബിലിറ്റി കാരണമാണ് ഇത് വരുന്നത്. ഈ തടസ്സം കാരണം മസ്കുലാർ കോമ്പണൻ്റ് ഉണ്ട്, ഗ്ലാൻഡുലാർ കോമ്പണൻ്റ് ഉണ്ട്, 2 എണ്ണം ഉണ്ട് പുരുഷന്മാരിൽ ഈ ഗ്രന്ഥി വലുതാകുമ്പോൾ. ഇത് കാരണം ഇടയ്ക്കിടയ്ക്ക് മൂത്രം ഒഴിക്കുക, മൂത്രത്തിൻ്റെ സ്പീഡ് കുറയുക, അമിതമായി മൂത്രം കെട്ടി നിൽക്കുക, ബ്ലാഡറിൽ അത് കാരണം ഉള്ള വീക്ക്നെസ് സംഭവിക്കുക, കിഡ്നിക്ക് ചിലപ്പോൾ വീക്കം സംഭവിക്കുക, കല്ലുകൾ ഉണ്ടാവുക, അതുപോലെ തന്നെ രക്തം അമിതമായിട്ട് മൂത്രത്തിലൂടെ പോവുക, അതുപോലെ തന്നെ വളരെ ഫ്രീക്വൻ്റ് ആയിട്ട് യൂറിനറി ഇൻഫെക്ഷൻ, എസ്പെഷ്യലി ഈ ഡയബറ്റിസ് ഉള്ള രോഗികൾക്ക്. ഇങ്ങനെയുള്ള പ്രോബ്ലംസ് ഒക്കെയാണ് ഈ വളരെ ഉപയോഗമുള്ള ഒരു ഗ്രന്ഥി കാരണം പ്രായമാകുമ്പോൾ പുരുഷന്മാർക്ക് ഉണ്ടാകുന്നത്.